പിണറായി സർക്കാർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ വെന്റിലേറ്ററിലാക്കിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. സാഹസ് കേരള യാത്രയ്ക്ക് വളാഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഒരു യാത്ര കൂടിയാണ് ഈ സാഹസ് യാത്ര. ഇത്രയും മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ട് ഓരോ വ്യക്തികളെയും നേരിൽ കണ്ടുകൊണ്ട് സംവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം ഒരു പൊതു കാര്യമാക്കിക്കൊണ്ട് ഏറ്റെടുത്ത് ഇത്രയും സാഹസികമായിട്ടുള്ള ഒരു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP അഭിപ്രായപ്പെട്ടു. ജോലിക്കെട്ട് സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം, വയക്കില ഇനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് വളാഞ്ചേരിയിലും എടയൂരിലുമായി നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണാധികാരികളുടെ വീഴ്ച കാരണം ജനങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ ആഡംബരത്തിനും ധൂർത്തിനും അടിമകളായും സമൂഹത്തിനു ഭാരമായും തീർന്നുവെന്നും MP കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും സർക്കാർ കോളേജുകളിലും പ്രിൻസിപ്പൽമാർ ഇല്ലാത്തതും ആയിരക്കണക്കിന് കുട്ടികൾ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വലഞ്ഞതും കൊല്ലത്ത് വിദ്യാർത്ഥി വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചതും എല്ലാം ഇതിന്റെ ഉദാഹരണമാണ്. മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് അനുഭാവം കാണിക്കാതെ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ധിക്കാരപരമായ പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗം കോട്ടക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ഹാബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹർബാനു, KPCC മെമ്പർ മധുസൂദൻ കാടാമ്പുഴ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ആമിന മോൾ, സന്ധ്യ കാരണ്ടോട്, സംസ്ഥാന മഹിളാ കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ജയാദത്തൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പാറയിൽ, കൗൺസിലർമാരായ സുബിത രാജൻ, KV ശൈലജ, ഷാഹിന റസാഖ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ റഹ്മത്ത്, സത്യഭാമ, അജിത, സേവാദൾ കോർഡിനേറ്റർ അലി എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് ഹർഷ സ്വാഗതവും ആരിഫ നന്ദിയും രേഖപ്പെടുത്തി. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.